പാക്-അധീന കാശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഷ്കർ-ഇ-തോയ്ബ വർദ്ധിപ്പിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. നീലം താഴ്വരയോട് ചേർന്ന പ്രദേശത്ത് ഭീകരപ്രവർത്തനങ്ങൾക്കെന്ന് സംശയിക്കാവുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് വിവരം. ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും ഫോട്ടോകളും പുറത്തുവന്നിട്ടുണ്ട്. ലഷ്കർ-ഇ-തോയ്ബ ഷാർദ പ്രദേശത്ത് നിർമ്മിക്കുന്ന പുതിയ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ത്വരിതപ്പെടുത്തി. നവംബറിൽ നിർമ്മാണം ആരംഭിച്ച ഈ കേന്ദ്രം മതപരമായ ആരാധനാലയമായും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററായും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തതാണെന്നാണ് സൂചന. ഇത്തരത്തിൽ 4 കേന്ദ്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാക്-അധീന കാശ്മീരിൽ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുണ്ട്. അതേസമയം പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ പാക്-അധീന കാശ്മീരിനെ പാകിസ്ഥാൻ വ്യവസ്ഥാപിതമായി കൊള്ളയടിച്ചതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളിലെന്ന് ഇന്ത്യ പ്രതികരിച്ചിരുന്നു. അടിച്ചമർത്തൽ സമീപനത്തിലൂടെയും ബലപ്രയോഗത്തിലൂടെയും നിയമവിരുദ്ധമായ അധിനിവേശത്തിലൂടെയും ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ വ്യവസ്ഥാപിതമായ കൊള്ളയടിച്ചതിന്റെ സ്വാഭാവിക ഫലമാണിത്. പാക്-അധീന കാശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് പാകിസ്ഥാൻ സർക്കാരിനെ ഉത്തരവാദിയാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഒക്ടോബറിൽ പറഞ്ഞിരുന്നു. പാക്-അധീന കാശ്മീരിലെ വ്യാപകവും അക്രമാസക്തവുമായ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. അടിസ്ഥാനപരമായ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടണമെന്നും വ്യവസ്ഥാപിതമായ അടിച്ചമർത്തലിന് അറുതി വേണമെന്നും ആവശ്യപ്പെട്ടാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. പാക്-അധീന കാശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സേന നിരപരാധികളായ സാധാരണക്കാർക്കെതിരെ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ പാകിസ്ഥാൻ ഉത്തരവാദിയാകണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. പാക്-അധീന ജമ്മു കാശ്മീരിലെ പല പ്രദേശങ്ങളിലും നടന്ന പ്രതിഷേധങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾ കണ്ടു. പാകിസ്ഥാൻ സേന നിരപരാധികളായ സാധാരണക്കാർക്കെതിരെ നടത്തിയ ക്രൂരതകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വളരെ രൂക്ഷമായ ഭാഷയിലാണ് തിരിച്ചടിച്ചത്. പാക്-അധീന കാശ്മീരിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും അശാന്തിയും നിലനിൽക്കുന്ന സമയത്തായിരുന്നു രൺധീർ ജയ്സ്വാളിന്റെ പ്രസ്താവന. രാവലക്കോട്ട്, മിർപൂർ, കോട്ട്ലി, നീലം വാലി തുടങ്ങിയ പ്രദേശങ്ങളിൽ കളകളടപ്പിച്ചും വാഹനങ്ങൾ തടഞ്ഞുമുള്ള പ്രതിഷേധങ്ങൾ നടന്നു. പാക്-അധീന കാശ്മീർ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഷേധങ്ങളാണ് അന്ന് അരങ്ങേറിയത്. ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിരുന്നു. മേഖലയിലെ ജനങ്ങളുടെ അതൃപ്തി വളരെ കടുത്തതാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പാക്-അധീന കാശ്മീരിനെ ചൂഷണം ചെയ്യുകയാണ് പാകിസ്ഥാൻ എന്നാണ് പ്രതിഷേധിക്കുന്നവരുടെ വാദം. ജമ്മു കാശ്മീരിലെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒക്ടോബറിൽ പ്രതിഷേധങ്ങൾ നടന്നത്. ഷഹബാസ് ഷെരീഫ് നയിക്കുന്ന സർക്കാരിനെതിരെയായിരുന്നു ജനകീയ പ്രക്ഷോഭം. അടിസ്ഥാനപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരെയാണ് AIC പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. പാകിസ്ഥാനിൽ താമസിക്കുന്ന കാശ്മീരി അഭയാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുള്ള 12 നിയമസഭാ സീറ്റുകൾ റദ്ദാക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി മാറുകയും 10ഓളം പേർ വരെ കൊല്ലപ്പെടുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ 3 പോലീസുകാരും ഉൾപ്പെടുന്നു. ഇത് മേഖലയിലെ സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. 150ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്കും 50ഓളം സാധാരണക്കാർക്കും പരിക്കേറ്റു. ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ സേവനങ്ങൾ എന്നിവ ഈ മേഖലയിൽ തടസ്സപ്പെടുത്തിയിരിക്കുകയാണെന്നും അന്ന് അറിയിച്ചിരുന്നു. ഇത് ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് പാക് ഭീകര സംഘടനകളായ ലഷ്കർ-ഇ-തോയ്ബയും അവരുടെ നിയന്ത്രണത്തിലുള്ള ദി റെസിസ്റ്റൻസ് ഫ്രണ്ടും ചേർന്നാണെന്ന് NIA ഇന്നലെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പാക് പങ്ക് വ്യക്തമാക്കുന്ന സാക്ഷിമൊഴികൾ, ഫോറൻസിക്, ഡിജിറ്റൽ തെളിവുകൾ എന്നിവയടക്കം ഉൾക്കൊള്ളുന്ന 1597 പേജുള്ള കുറ്റപത്രം ജമ്മുവിലെ NIA പ്രത്യേക കോടതിയിലാണ് സമർപ്പിച്ചത്. ലഷ്കർ-ഇ-തോയ്ബ സഹസ്ഥാപകൻ ഹഫീദ് സയ്യിദ്, TRF നേതാവ് സാജിദ് സൈഫുള്ള ജട്ട്, ആക്രമണം നടന്ന 99ാം ദിനത്തിൽ ശ്രീനഗറിലെ ദച്ചിഗാം വനമേഖലയിൽ സുരക്ഷാ സേന നടത്തിയ ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട 3 പാക് ഭീകരർ എന്നിവരാണ് പ്രതിപട്ടികയിൽ. നിരപരാധികളെ വെടിവെച്ചു കൊന്ന സുലൈമാൻ ഷാ എന്ന വൈസൽ ജട്ട്, ജിബ്രാൻ എന്ന ഹബീബ് താഹിർ, ഹംസ അഫ്ഗാനി എന്നിവരെ കഴിഞ്ഞ ജൂലൈ 29-ന് സുരക്ഷാസേന വധിച്ചിരുന്നു. TRF നേതാവ് സാജിദ് സൈഫുള്ള ജട്ടിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് NIA 10 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. ഭീകരർ കൊളുത്താവളം ഒരുക്കിയതിനെ കാശ്മീർ സ്വദേശികളായ പർവേസ് അഹമ്മദ്, ബാഷിർ അഹമ്മദ് ജോദാർ എന്നീ പ്രതികളെ ജൂൺ 22-ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്നാണ് ആക്രമണം നടത്തിയത് പാക് ഭീകരരാണെന്ന സ്ഥിരീകരണം ലഭിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.